السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, തസ്ഫിയ എനിക്കൊന്നും അൽമനാറിലെ കുറച്ച് കാലമായിട്ട് നമ്മൾ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോൾ നടത്തി വരാറുണ്ട്. അൽഹംദുലില്ലാ കുറച്ച് മുന്നേ തസ്ഫിയയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നു. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടായി. ഒരിക്കൽ കൂടി ഒരു തസ്ഫിയയിൽ ഒരുമിച്ചിരിക്കാൻ, നമ്മളെ ഹൃദയങ്ങളെ വല്ലാതെ പൂവെള്ള പോലെ മിന്നിക്കാൻ, പ്രകാശപൂരിതമാക്കാൻ, തെളിമയുള്ളതാക്കാൻ ഉള്ള ഇത്തരം സദസ്സുകളെ ഉപയോഗപ്പെടുത്തുന്ന ഈ സന്ദർഭങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാക്കി തരട്ടെ. ഈ ഒരു എളിയ പ്രവർത്തനം നാളെ പരലോകത്ത് കാണുമ്പോൾ എന്തിനേക്കാളും ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി അള്ളാഹു നമുക്ക് അനുഭവപ്പെടുത്തിത്തരട്ടെ. ഏറ്റവും നല്ല ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ, ഭൂരിഭാഗം മുസ്ലിമീങ്ങൾ അശ്രദ്ധയിലാകുന്ന ചില ദിവസങ്ങൾ. അങ്ങനെ പറയാനുള്ള കാരണം, എല്ലാ ദിവസവും സാധാരണ ദിവസങ്ങളെപ്പോലെ ഇങ്ങനെ കടന്നു പോകാൻ ഇസ്ലാമികമായ അതിൻ്റെ പ്രത്യേകതകളെയോ അതിൽ അതിൻ്റെ സവിശേഷതകളെയോ കൃത്യമായി ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അതിനെ സംബന്ധിച്ച് കൂടുതലായി പഠിക്കാനും ലോകത്തുള്ള ധാരാളം മുസ്ലിമീങ്ങൾക്ക് ഇന്ന് സമയമില്ല, അല്ലെങ്കിൽ അവരത് തോന്നിക്കുന്നില്ല. അത് പറയാനുള്ളൊരു കാരണമാണ്, നമ്മളിപ്പോ നിലനിൽക്കുന്ന ഈ ഒരു മാസം ഹിജ്റ വർഷത്തിലെ ഈ ഒരു മാസം പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ്. ദുൽഖഅദ തീരാൻ പോവുകയാണ്. കേവലം വിരലിൽ എണ്ണാവുന്ന 4-5 ദിവസങ്ങൾ മാത്രമാണ് ദുൽഖഅദയിൽ അവശേഷിക്കുന്നത്. ദുൽഖഅദ മാസം ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, ദുൽഖഅദ മുതൽ പിന്നൊരു 85-90ഓളം ദിവസം, 90ഓളം ദിവസം പവിത്രമാക്കപ്പെട്ട മാസമാണ്. 3 മാസം തുടർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശഭൂമികളെ റബ്ബ് പടച്ച അന്ന് മുതൽ റബ്ബിന്റെ അരികിൽ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. വഫീഹാ അർബഅത്തുൻ ഖുറും, അതിൽ 4 പവിത്രമാക്കപ്പെട്ട മാസമാണ്. എന്താണ് പവിത്രമാക്കപ്പെട്ട മാസം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് കൃത്യമായി ആ ദിവസങ്ങളെ ശ്രദ്ധയോടെ ഒരു സത്യവിശ്വാസം ചെയ്യണം. അതിൽ ആ ദിവസങ്ങളെ അവന്റെ ജീവിതത്തിൽ അവനെ ചിലവഴിക്കണം. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അവൻ കൂടുതൽ ശ്രദ്ധിക്കണം, ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ. അള്ളാഹു ഈ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുത്, നിങ്ങൾ നിങ്ങളോട് ദ്രോഹം കാട്ടുക. നമ്മൾ നമ്മളോട് എങ്ങനെ ദ്രോഹം കാട്ടുക? നമ്മൾ നമ്മളെ തന്നെ ആക്രമിക്കുമോ?
നമ്മൾ നമ്മളെ തന്നെ ദ്രോഹിക്കുമോ? നമ്മളെ ദ്രോഹിക്കൂല. പക്ഷെ എന്റെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു. ഒരു കുഞ്ഞിനെ 3 വയസ്സായ കുഞ്ഞിനെ ഉമ്മൻ ചെയ്തത് ഒരു അമ്മ വലിച്ചെറിഞ്ഞ് കൊന്ന ചരിത്രം കണ്ടവരാണ്. കേരളത്തിലെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ട് ഉണർന്നവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മലയാളികൾ. മറ്റുള്ളവരെ ദ്രോഹിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും, മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും മതി. പക്ഷെ സ്വന്തത്തിനോട് ആരും ചെയ്യില്ല, അക്രമം കാട്ടില്ല. നമ്മൾ സെൽഫിഷാണ്, നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്, നമ്മുടെ കാര്യത്തിൽ നമ്മൾ സ്വാർത്ഥരാണ്. പക്ഷെ റബ്ബ് പറഞ്ഞ പ്രയോഗം ഈ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ അഥവാ ഈ റബ്ബ് നിശ്ചയിച്ച 4 മാസങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുത്, ദ്രോഹം കാട്ടരുത്. എന്താ ദ്രോഹം? അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കൽ ദ്രോഹമാണ്. നമ്മളോട് ചെയ്യുന്ന ദ്രോഹം. അള്ളാഹ് കുറെ കാര്യങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അത് നമ്മളെ പഠിപ്പിച്ചു. റബ്ബിനെ അനുസരിക്കാതിരിക്കൽ നമ്മളോട് കാണിക്കുന്ന ദ്രോഹമാണ്. കാരണം അതിനുള്ള ശിക്ഷ റബ്ബിൽ നിന്ന് ഞാൻ നിങ്ങളും നേടേണ്ടി വരും, ഏൽക്കേണ്ടി വരും. അപ്പൊ നമ്മളെ തന്നെ ആപത്തിൽപ്പെടുത്തുകയാണ്, ദുരന്തത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ കൊണ്ടുവരാതിരിക്കണം. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ശ്രദ്ധ, അതിൽ സൂക്ഷ്മത കാണിച്ച് അതിൽ നിന്ന് അകലാൻ ശ്രമിക്കണം. അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ നമ്മളോട് അക്രമം കാണിക്കുകയാണ്, നമ്മളെ ദ്രോഹിക്കുകയാണ്. കാരണം അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ദുരന്തം അനുഭവിക്കുന്നവർ നമ്മളാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹിക്മത്ത് നൽകി എന്ന് പറഞ്ഞു. എന്താ ഹിക്മത്ത്? തത്വജ്ഞാനം. നല്ല ഫിലോസഫർ ആയിരുന്നു ലുഖ്മാനുൽ ഹക്കീം. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ലുഖ്മാന്റെ ചരിത്രം ആദ്യം അല്ലാഹു പറയുമ്പോൾ റബ്ബ് പറഞ്ഞത് എന്താ? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാനിന് നാം വിജ്ഞാനം നൽകി, ഹിക്മത്ത് നൽകി, തത്വജ്ഞാനം നൽകി, അറിവ് നൽകി. എന്തിനാ നൽകിയത്? അനിഷ്കുർലി, എനിക്ക് നന്ദി ചെയ്യാൻ, എനിക്ക് നന്ദി കാണിക്കാൻ. ബുദ്ധി കൂടും തോറും, വിവരം കൂടും തോറും, തനിക്ക് അറിവ് ഏറും തോറും അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള തരത്തിൽ അവന്റെ മനസ്സിനെ പാകപ്പെടുത്തണം. എന്നിട്ട് റബ്ബ് പറഞ്ഞ വാക്കാണ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. വമൻ യശ്കുർ, ആര് നന്ദി ചെയ്യുന്നുവോ, അള്ളാഹു പറഞ്ഞ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ആര് നന്ദി കാണിക്കുന്നുവോ, തനിക്ക് കിട്ടിയ അറിവും തനിക്ക് കിട്ടിയ തത്വവും വെച്ച് ആര് അള്ളാഹുലേക്ക് നന്ദിയുള്ളവനായി തീരുന്നുവോ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, അതാണ് അടിവരേണ്ടത്. തീർച്ചയായും അവൻ നന്ദി കാണിക്കുന്നത് അവനോടാണ്. നമ്മൾ നന്ദിയുള്ളവരാകുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ ഒരു വർധനവും സംഭവിക്കുന്നില്ല, അള്ളാഹുവിന്റെ ഖുദ്റത്ത് വീണ്ടും ശക്തമാകുന്നില്ല. നമ്മൾ നന്ദിയുള്ളവരാകുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കിബിരിയായിൽ വർധന വരുന്നില്ല. അത് അങ്ങേ എക്സ്ട്രീമാണ്. എത്ര അങ്ങേ അറ്റമുണ്ടോ അതിന്റെ അറ്റമാണ് അള്ളാഹു. അല്ലേ? അള്ളാഹു ബാലിഗു ഫീ അംരി, അള്ളാഹു അവന്റെ കാര്യത്തിൽ അങ്ങേ എക്സ്ട്രീമാണ്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അള്ളാഹു എങ്ങനെ പരിചയപ്പെടുത്തിയത് എല്ലാത്തിന്റെയും സൂപ്പർലേറ്റീവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള നിലക്കാൻ. പക്ഷേ നന്ദി ചെയ്താൽ ആ നന്ദി നമ്മളോട് കാണിക്കുന്ന നന്ദിയാണെന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. നമ്മൾ നല്ല നിലയ്ക്ക് ജീവിച്ചാൽ അതിന്റെ ഗുണം നമുക്കാണ്. നമ്മൾ മക്കളെ ഉപദേശിക്കാറുണ്ട്, എടാ പഠിക്ക്, നീ പഠിച്ചാൽ അതിന്റെ ഗുണം നിനക്കാണ്. നീ പഠിച്ച് വലിയ ആളാവണം, അതിന്റെ ഗുണം നിനക്കും ഭാവിയിൽ നിന്റെ കുടുംബത്തിനുമാണ് എന്ന് നമ്മൾ മക്കൾ ഉപദേശിക്കുന്നത് പോലെ അള്ളാഹു അവന്റെ അടിയാറുകളെ ഉപദേശിക്കുകയാണ്. നന്മ ചെയ്യുന്നവൻ അവൻ ചെയ്യുന്ന നന്മ അവനാണ്, നന്ദി ചെയ്യുന്നവൻ അവൻ നന്ദി കാണിക്കുന്നത് അവനോടാണ്. അതേപോലെ തന്നെ തിന്മ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ തിന്മ ആരനുഭവിക്കണം? നമ്മൾ അനുഭവിക്കണം. അല്ലാഹു പറഞ്ഞു പവിത്രമാക്കപ്പെട്ട മാസത്തിൽ ലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഇനി ഇപ്പൊ 25 ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ നമുക്കറിയുന്ന ആളുകളോട് ഏതാ മാസം കേൾക്കുമ്പോൾ ദുൽഖഅദ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ശബ്ദം വരില്ല. ദുൽഖഅദ എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട മാസമാണ്. എത്ര മറ്റു മാസങ്ങളെ പോലെയല്ല, കൂടുതൽ സൂക്ഷ്മതയും കൂടുതൽ ശ്രദ്ധയും കൂടുതൽ ജാഗ്രതയും ഗൗരവവും ഒരു സത്യവിശ്വാസി കൊണ്ടുവരേണ്ട ദിനരാത്രങ്ങളാണ് ഈ തുടർച്ചയായി പോരുന്ന 90ഓളം ദിവസങ്ങൾ. 3 മാസം എന്ന് പറയുന്നത് തുടർച്ചയാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അത് കഴിഞ്ഞ് റജബ് എന്ന അല്ലെ മക്കക്കാർ അതിനെ മുഹർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഒറ്റപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ ഒറ്റപ്പെട്ട ഒരു മാസം. അത് അങ്ങനെ ഈ 4 മാസങ്ങളെ സത്യവിശ്വാസികൾ ഗൗരവത്തിൽ എടുക്കണം എന്ന് പറഞ്ഞു. അതിലെ 25 ദിനരാത്രങ്ങൾ കടന്നുപോയി.
ഇനി നമുക്ക് വരാനുള്ള ചില വിശിഷ്ട ദിവസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ മഹാ ദിവസങ്ങളുണ്ട്. ഇപ്പൊ ഈ 90 ദിവസങ്ങൾ അഥവാ അടുപ്പിച്ചു വന്ന ഹുറുമാറ്റിലെ അശൂറുൽ ഹുറുമിലെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലെ ഏറ്റവും വിശിഷ്ടമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ദിവസങ്ങൾ, അതിനെ ഒരു അശ്രദ്ധയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുപോകരുത്. അതിൽ കൂടുതൽ ശ്രദ്ധ വരാം, അതിൽ നമുക്ക് കൂടുതൽ ആലോചനകൾ ഉണ്ടാകാം, അതിൽ നമുക്ക് സൂക്ഷ്മതാബോധം കൈവരിക്കാൻ ഈ സംസാരം ഉപകരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങളെ കാണാം, ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു, എല്ലാം അതേപോലെ ഇങ്ങനെ രാവിലെ ആകുന്നു, വൈകുന്നേരം ആവുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, അതുപോലെ തന്നെ കുടുംബത്തിനൊപ്പം ജീവിക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിർബന്ധ ബാധ്യതകൾക്കും അപ്പുറം അള്ളാഹു പരിചയപ്പെടുത്തിയ ഒരു വിശ്വാസിയുടെ ചില ക്വാളിറ്റികളുണ്ട്, വിശ്വാസിക്കുണ്ടാവേണ്ട ചില നന്മകളുണ്ട്. അതാണ് അവന്റെ സൂക്ഷ്മതാബോധം. റബ്ബ് പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഏറ്റവും നല്ല മിത്രങ്ങളാണോ, അല്ലാഹുവിന്റെ ഔലിയാക്കളാണോ, അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖവുമില്ല, അവരുടെ ജീവിതത്തിൽ ഒരു ഭയവും ഉണ്ടാവുകയില്ല. റബ്ബ് പറഞ്ഞു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. തസ്ബിഹകളിലൂടെ തസ്കിയകളിലൂടെ അവരുടെ ഈമാനിന്റെ എല്ലാവിധ തെളിമയും അവരിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കും. അവരുടെ മനസ്സിനെ അവർ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ കലാമുകളിലൂടെ അവരുടെ സൂക്ഷ്മതയെ അവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് റബ്ബ് പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ്. ആ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. ആ സൂക്ഷ്മത എന്ന ബോധം എന്താ? ഇതുപോലെ ഓരോ ദിവസങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന സൂക്ഷ്മതാബോധമാണ്. അള്ളാഹു മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. ഏറ്റവും നല്ല ഈ പവിത്രമാക്കപ്പെട്ട ദിവസം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ മനഃപാഠമാക്കി വെച്ച സൂറത്തുൽ ഫജ്റിലെ ആയത്ത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പുലരി തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയണമെങ്കിൽ ആ കാര്യം മഹാ അത്ഭുതമായിരിക്കണം, ആ കാര്യം മഹാസംഭവമായിരിക്കണം. പുലരി എന്ന് പറയുന്നത് മഹാസംഭവമാണ്, പുലരി എന്ന് പറയുന്നത് മഹാ അത്ഭുതമാണ്. അല്ലെ, അതിന്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നവരാ. ചിലപ്പോ രാവിലെ ഫജ്റും ശുറൂഖും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില ആളുകളിൽ സുബ്ഹി ഫജ്ർ ബാങ്ക് കൊടുക്കുമ്പോൾ എന്താണ്? ഫജ്ർ പുലരിയാണ്. ആ പുലരിയെയാണ് റബ്ബ് സത്യം, അഥവാ ഇരുട്ടിനെ കീറി മുറിച്ച് പ്രഭാതത്തിന്റെ ഒരു പൊൻകിരണം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ചില നിമിഷങ്ങൾ, അത് മഹാത്ഭുതമാണ്. സയൻസ് മുഴുവൻ എത്ര വിശാലമായിട്ടാണ് അതിന്റെ ശാസ്ത്രജ്ഞന്മാർ അതിൽ ഗവേഷണം നടത്തുന്നത്. ഇരുട്ടിനെങ്ങനെ കീറി മുറിച്ചു വരുന്ന ഒരു പ്രകാശകിരണം പുലരി. ആ പുലരി ഇങ്ങനെ പിളർച്ച്, ഫജറ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കീറിന. അൽ-ഇൻഫിജാർ, എക്സ്പ്ലോഷൻ അറബികൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. തഫജ്ജറ, അല്ലാഹു വിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞു, വഇദൽ ബിഹാറു ഫുജ്ജിറത്. സമുദ്രം ഇങ്ങനെ പിളർത്തപ്പെടുമ്പോൾ, ഇരുളിനെ ഇങ്ങനെ പിളർത്തി, ഇരുളിനെ കീറി പ്രകാശം ഇങ്ങനെ കടന്നു വരുന്ന മഹാപ്രതിഭാസം ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നത് റബ്ബിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്താണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആവമത്തിനെ ആ ഒരു പ്രതിഭാസം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ നമ്മളിൽ പലരും ഫജ്ർ കണ്ടിട്ടുണ്ടാവില്ല, ഫജ്ർ നമ്മൾ എണീക്കാറുണ്ട്. പക്ഷെ ആ പുലരി എന്ന പ്രതിഭാസത്തെ, അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ, അതിനെ അനുഭവിക്കാൻ, അല്ലെ, ചില മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ചില കിഴക്കൻ ദിക്കുകളിൽ പലപ്പോഴും ഇതിന്റെ മഹാവിസ്മയങ്ങൾ ഇങ്ങനെ ഫോട്ടോകളിൽ പകർത്തുന്ന പല ആളുകൾ നമുക്ക് കാണാനാകും. അതൊരു മഹാപ്രതിഭാസമാണ്. റബ്ബ് സത്യം ചെയ്തു പറഞ്ഞു, വൽ ഫജ്ർ. റബ്ബ് പറഞ്ഞു, ഇതൊരു മഹാസംഭവമാണെങ്കിൽ, അതിനെ മഹാസംഭവമായി മഹാവിസ്മയമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ, ഈ വരുന്ന 10 ദിനരാത്രങ്ങൾ മഹാവിസ്മയമാണ്, മഹാത്ഭുതമാണ്. റബ്ബ് പറയുന്നു, 10 രാവുകൾ തന്നെയാണ് സത്യം. 10 രാവുകൾ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെ പോലുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. വഹിയൽ അശ്റു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്. പൊതുവെ ലൈലത്ത് എന്ന് പറഞ്ഞാൽ, ലൈല് എന്ന് പറഞ്ഞാൽ രാവിനാണ് ഉപയോഗിക്കുക.
പക്ഷെ ഇവിടെ രാവാണെങ്കിലും അതിലെന്താണ് ഈ ദിവസങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ചില മുഫസ്സിറുകൾ അതിനെ രേഖപ്പെടുത്തിയത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. അത് ആ ഒരു സൂറത്തിൽ മാത്രമല്ല, ഈ ഒരു സൂറത്തിൽ മാത്രമല്ല ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 സംബന്ധിച്ചുള്ള പരാമർശം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, വബഅഅനാ മൂസാ 30 ലൈല വഅത്മംനാഹാ ബിഅശർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം 30 ദിവസങ്ങൾ ഞാൻ നിശ്ചയിച്ചു കൊടുത്തു. വഅത്മംനാഹാ ബിഅശരിൻ, പിന്നെ 10 കൂടി ചേർത്ത് വെച്ച് നാം അതിനെ പൂർത്തീകരിക്കുകയും ചെയ്തു. അഥവാ 40 ദിവസം. വഅഅദിനാ മൂസാ 40 ലൈല. വേറെ സൂറത്ത് റബ്ബ് പറഞ്ഞത് 40 ലൈല, 50 രാവുകൾ അഥവാ 50 ദിനങ്ങൾ എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. 50 40 ദിനങ്ങൾ എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. ഈ 40 ദിനങ്ങളെ മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തു. അതിൽ ആദ്യം കൊടുത്തത് എത്രയായിരുന്നു? 30 ആയിരുന്നു അല്ലാഹു നിശ്ചയിച്ചു. എന്തിനാണ് നിശ്ചയിച്ചു കൊടുത്തത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ ജനതയെയും കണ്ട് ചെങ്കടൽ കടന്ന് അപ്പുറത്തെത്തിയതിനു ശേഷം അതുവരെ തൗറാത്ത് ലഭിച്ചിട്ടില്ല, അതുവരെ തൗറാത്ത് കിട്ടിയിട്ടില്ല. പിന്നെ തൗറാത്തിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു ഒരുക്കുകയാണ്, അല്ലാഹു തയ്യാറാക്കുകയാണ്. അതിനെ സ്വീകരിക്കാൻ പാകത്തിൽ മൂസയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില വിശുദ്ധിയെ, ചില സൂക്ഷ്മതാ ബോധങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. 30 ദിവസം അല്ലാഹു നിശ്ചയിച്ചു. എന്താ 30 ദിവസം പണി? 30 ദിവസം നോമ്പനുഷ്ഠിച്ചും അല്ലാഹുവിനെ പ്രകീർത്തിച്ചും അല്ലാഹുവിനെ വാഴ്ത്തിയും അല്ലാഹുവിനെ സ്തുതി ചെയ്തും കഴിഞ്ഞുകൂടാനാണ്. അങ്ങനെ സീനയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 30 ദിവസം നിശ്ചയിക്കപ്പെട്ടു. പിന്നെ റബ്ബ് പറഞ്ഞു, 10 ദിവസം കൂടി മൂസക്ക് നാം എന്ത് ചെയ്തു? അതിൽ പൂർത്തീകരണത്തിന് വേണ്ടി ചേർത്തു കൊടുക്കാൻ 40 ദിവസം പൂർത്തിയാക്കി. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെ, ഇമാം ഖത്താദയെ പോലെ, ഇമാം മുജാഹിദിനെ പോലെ ലോക പ്രശസ്ത മുഫസ്സിറുകൾ പറഞ്ഞു, ആദ്യത്തെ 30 ദിവസം ദുൽഖഅദയിലെ 30 ദിവസങ്ങളായിരുന്നു. പിന്നെ പറഞ്ഞ 10 ദിവസം റബ്ബ് ചേർത്തി കൊടുത്ത, റബ്ബ് വീണ്ടും പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത 40 ലൈലയിലേക്ക് റബ്ബ് ചേർത്ത 10 ദിവസങ്ങൾ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളായിരുന്നു എന്നാണ് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. അങ്ങനെ അപ്പൊ 40ാമത്തെ ദിവസം എന്ന് പറഞ്ഞത് ഏത് ദിവസമായിരിക്കും? 40ാമത്തെ ദിവസം എന്ന് പറഞ്ഞത് ഏത് ദിവസമായിരിക്കും? യൗമുൻ നഹർ, പെരുന്നാളിന്റെ ദിവസം. നമ്മൾ ആഘോഷിക്കുന്ന അറബിന്റെ ഹജ്ജിലെ യൗമുൻ നഹർ, ദുൽഹിജ്ജ 10. ഇനി ഇതിങ്ങനെ ആലോചിക്കണം, ഈ തഫ്സീറൊക്കെ വായിക്കുമ്പോൾ ഒരു രസം തരുന്നത് മൂസാ നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ദിവസങ്ങളായി ഈ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 നമുക്ക് ഇങ്ങനെ കാണാം. ആദ്യത്തെ 10 ഇങ്ങനെ കാണാതെ കാരണം ഈസാ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെ കൊണ്ടുപോയി നഹർ, അറവിന്റെ ആ രംഗം, ഞാൻ നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു മകനെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ അബതി ഇഫ്അൽ മാ തുഅമർ, അല്ലാഹു എന്താ കൽപ്പിച്ചത് അതിനെ ചെയ്യൂ, ഞാൻ സ്വാഭിനികളിൽ ഉൾപ്പെടാം എന്ന് പറഞ്ഞു വഴിപ്പെട്ട നിമിഷങ്ങൾ ഫലമാശിലമ റബ്ബ് എടുത്തു പറഞ്ഞ അവരുടെ കീഴ്വണക്കത്തിന്റെ അവർ ഏറ്റവും നല്ല ആ ഒരു ഇസ്ലാമിയത്തിന് അല്ലാഹു എടുത്തു പറഞ്ഞതാണ്. അപ്പൊ അത് യൗമുൻ നഹറാൻ, അത് യൗമുൻ നഹറാൻ. ഈ പറയപ്പെട്ട യൗമുൻ നഹറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടിച്ചുകൂടിയ മൈതാനിയിൽ, അറഫ മൈതാനിയിൽ, അറഫ മിനായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു സംസാരമുണ്ട്. നബി ഹജ്ജിന്റെ സമയത്ത് മിനയിലും അതുപോലെ തന്നെ അറഫയിലും അതുപോലെ തന്നെ മുസ്ദലിഫയിലും അല്ലാഹുവിന്റെ റസൂൽ ചില ഉപദേശങ്ങളായി ചില ഖുത്ബകൾ നടത്തിയത് നബിയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചെടുത്തതാണ്, നമ്മൾ മനസ്സിലാക്കിയ ഹദീസുകളാണ്. അതിൽ 10ാമത്തെ ദിവസമാണെന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതനായ മനുഷ്യൻ കടന്നു വന്ന് ചോദിച്ച ചോദ്യം നമുക്ക് സുപരിചിതമാണ്. അയാൾ വന്ന് ചോദിച്ചു, ഉമറെ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഒരായത്തുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, അതെങ്ങാനും ഞങ്ങൾ യഹൂദികളുടെ മേലാണ് അവതരിച്ചിരുന്നതെങ്കിൽ ലവിത്തഖദ്നാഹു ഈദ, ആ ആയത്തിറങ്ങിയ ദിവസത്തെ ഞങ്ങൾ ഒരു ആഘോഷമായി, ഒരു പെരുന്നാളായി ഞങ്ങൾ അതിനെ സ്വീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ ആയത്തിനെ വിശദീകരിക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു, ഇസ്ലാം എന്ന ദീനിനെ ഇന്ന് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു
അള്ളാഹുവിന്റെ അതിമഹത്തായ സംസാരത്തിന്റെ വാചകങ്ങളെ മഹാനായ ഉമർ റളിയല്ലാഹു ഓതിക്കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഏതാണ് ആ ദിവസം എന്ന് എനിക്കറിയാം, അത് അവതരിച്ച നാടേതാണെന്ന് എനിക്കറിയാം, അത് അവതരിച്ച മാസം ഏതാണെന്ന് എനിക്കറിയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടിച്ചുകൂടിയ 1,00,000 ചില്ലാനും സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്ത വാചകമാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. റസൂലുള്ളാഹി ചോദിച്ചു അവിടെ തടിച്ചുകൂടിയ സ്വഹാബത്തിനോട്, അയ്യു ബലദിൻ ഹാദാ, ഇത് ഏതാണ് നാട്? നബിക്ക് അറിയാനില്ല, നബി ജനിച്ചു വളർന്ന നാട്. പക്ഷെ ആ നാടിന്റെ ഫളിൽ റസൂലുള്ളാഹി വിശദീകരിക്കാൻ, ഇത് ഏതാണ് നാട്? കാരണം നാനാ ദിക്കുകളിൽ നിന്നും ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും എല്ലാ ദിക്കിലും നിന്നും മുക്കിലും നിന്നും മലമ്പാതകൾ താണ്ടി കാൽനടക്കാരായി അതുപോലെ തന്നെ വാഹനമേറി കടന്നു വന്ന പലരും തടിച്ചുകൂടിയ സദസ്സിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കണം, ഇതേതാ രാജ്യം, ഇതേതാ നാട്? പരിപാവനമായ മക്ക. അല്ലെ, അത് സമയത്ത് സ്വഹാബത്തിന് അത് അറിയാനിട്ടല്ല, അല്ലാഹു റസൂലുഹു അഅലം അവർ മറുപടി പറഞ്ഞത്. ഇനി റസൂലുള്ളാഹി വേറെ എന്തെങ്കിലും പേര് വിളിക്കോ എന്ന് അവര് ബോധിപ്പോയിട്ട് അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും ദുനിയാവിലെ ശ്രേഷ്ഠമായ പവിത്രമായ മണ്ണ് മക്കയാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ഇതേതാണ് ദിവസം, ഇതേതാണ് മാസം? അയ്യു ശഹരിൻ ഹാദാ, ഇതേതാ മാസം? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. അല്ലാഹു റസൂൽ ആ മാസത്തിന് ഇനി വേറെ വല്ല പുതിയ പേര് വിളിക്കുമോ എന്ന് തോന്നിപ്പോയി എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ദുൽഹിജ്ജ, അല്ലേ, ഏറ്റവും നല്ല പവിത്രമാക്കപ്പെട്ട മാസം. ഇത് ഏതാണ് ദിവസം എന്നും റസൂലുള്ളാഹി ചോദിച്ചു. ഏതാണ് ഈ ദിവസം? യൗമുൻ നഹർ, അറബിന്റെ ദിവസമാണ്. ചില റിവായത്തുകളിൽ കാണാം യൗമു അറഫ, അല്ലേ, അത് അറഫ മൈതാനിൽ വെച്ച് റസൂലുള്ളാഹി നടത്തിയ പ്രസംഗമാണ് എന്നുള്ള ചില മുഅദ്ദിദുകൾ രേഖപ്പെടുത്തി ഇത് അറഫ ദിനമാണ് എന്ന്. അഥവാ ഇതൊക്കെ ഏത് ദിവസങ്ങളാണ്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പെടുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തിനെ സ്വീകരിക്കാൻ റെഡിയായതും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങളിൽ അല്ലാഹു എടുത്തു പറയുന്നതും അതിലേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഈ ഒരു ദീനിനെ പൂർത്തീകരിച്ചതുമായ ദിവസം അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ ഒരു ദിനമായിരുന്നു എന്നാണ് ഈ ഹദീസുകൾ മുഴുവൻ ഓർമ്മ. ഇത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിന്റെ ഫളിൽ പറയാൻ, ആ ആദ്യത്തെ 10 ദിവസത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ ഉൾക്കൊള്ളാൻ. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞു 10 രാവുകൾ തന്നെയാണ് സത്യം. ഒരു കാര്യം അല്ലാഹു സത്യം ചെയ്യണമെങ്കിൽ അത് മഹാസംഭവം ആയിരിക്കണം, അത് മഹാവിസ്മയം ആയിരിക്കണം. അപ്പൊ ആ ദിവസങ്ങളിൽ ഒരു നിമിഷം പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ ചെലവഴിക്കാൻ പാടില്ല. പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ തന്നെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് അള്ളാഹിന്റെ ഏറ്റവും വലിയ നിർദ്ദേശമാണ് സ്വന്തത്തോട് അക്രമം. പ്രത്യേകിച്ച് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉണ്ടാകും, അള്ളാഹിന്റെ റസൂൽ വിരോധിച്ച കാര്യങ്ങൾ ഉണ്ടാകും. അതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്ത വിധം സൂക്ഷ്മതയോടെ കഴിയാൻ ഒരു സത്യവിശ്വാസി തയ്യാറാകണമെന്നാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഓർമ്മപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, നമുക്ക് സുപരിചിതമായ സൂറത്ത് ഖുറൂജിലെ ആയത്തിലും വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് എന്ന ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസിനെ പോലുള്ള ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഷാഹിദിൻ വമശ്ഹൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് യൗമു അറഫ, അത് അറഫ ദിനമാണ് എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഈ അറഫയും ഇനി അതുപോലെ തന്നെ ദുൽഹിജ്ജ 10 യൗമുൻ നഹറും ഇവ രണ്ടിലും ഏതാണ് ശ്രേഷ്ഠമായ ദിവസം എന്ന് പോലും പണ്ഡിത ലോകം ചർച്ച ചെയ്യാതെ പോയിട്ടില്ല. കാരണം എന്താ, അത് ഈ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത ഇങ്ങനെ വിശദീകരിക്കുമ്പോഴാണ് ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പ്രവർത്തനം, ഈ 10 ദിവസങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനം അത് യൗമുൻ നഹറിലെ നഹറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുക, നിന്റെ റബ്ബിനു വേണ്ടി ബലിയറുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ കൽപ്പനകളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്താ, ഈ 10 ദിവസങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ജീവവായുവിനെ പോലെ അവനത് നോക്കി കാണണമെന്നാണ്. വെറുതെ ചെയ്യരുത്, അശ്രദ്ധമാക്കി കളയരുത്. ഒരുപാട് നല്ല അമലുകൾ ചെയ്യാം, ഒരുപാട് നല്ല ശ്രേഷ്ഠമായ അമലുകൾ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു. ഈ ദിവസങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകവും അതാണ്, അല്ലേ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമല്ല, ഏറ്റവും ഒരു അമൽ ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ
മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ, മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന പ്രവർത്തനം റബ്ബിനേറെ പ്രിയങ്കരം, റബ്ബിനേറെ ഇഷ്ടം, അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ജിഹാദിനേക്കാളും റബ്ബിന് പ്രിയമാണോ? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ജിഹാദ് എന്ന് പറയുന്നത് അതൊരു തയ്യാറെടുപ്പ് തന്നെ. യുദ്ധത്തിന് പോവാന്ന് പറയുന്നത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ആരോഗ്യം കൊണ്ടും, ഇനി അതല്ല സമ്പത്ത് കൊണ്ടാണെങ്കിലും ജിഹാദിന് പോവാന്ന് പറഞ്ഞാൽ ജിഹാദ് തന്നെ, ജിഹാദ് അവന്റെ ഒരു പോരാട്ടം തന്നെ. സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണോ ഈ ദിവസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാളും. എന്നോട് റസൂലുള്ളാഹി വിശദീകരിച്ചു, ഒരാളൊഴികെ അയാൾ എന്തു, അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവുമായി അയാൾ യുദ്ധത്തിന് വേണ്ടി പോയി. ഫലം എന്നിട്ട് പിന്നെ ചെയ്തില്ല, അയാൾ മടങ്ങി വന്നില്ല, ഒന്നും കൊണ്ട് മടങ്ങി വന്നില്ല. പക്ഷെ അയാളോളം വരില്ലെങ്കിലും ജിഹാദിന് പോയവരോളം അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഈ ദിവസങ്ങളിൽ ഒരു അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന സ്വാലിഹായ അമലിനോളം റബ്ബിന് ഏറെ പ്രിയപ്പെട്ട സ്വാലിഹായ അമൽ വേറെ ദിവസങ്ങളിൽ ഇല്ല, വേറെ ദിവസങ്ങളിൽ ഇല്ല. അതായത് ചെറിയൊരു അമല് പോലും ചെറുതല്ലേ എന്നുള്ള നിലക്ക് ചെയ്യരുത്. ഇനി വരുന്ന ദിവസം 25ഓ 26ഓ അല്ല റജബ്, നമ്മളെ ദുൽഖഅദ അതിന്റെ അവസാനം എനിക്ക് വരാനിരിക്കുന്നത് ഇതിലും പ്രീഷ്യസ് ആയ, ഇതിലും അമൂല്യമായ ശ്രേഷ്ഠമായ ദിവസങ്ങളായി. ആ ഒരു 10 ദിവസം മാത്രം സൂക്ഷിച്ചാൽ പോരാ. ഇനി മുഹറം കഴിയുന്നത് വരെ ജീവിതത്തിൽ എന്തുവാണ്, ഇത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്നുള്ള ചിന്ത ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും കടന്നു വരണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ചില അമലുകളെ പരിചയപ്പെടുത്തി. വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ലാത്ത ചില അമലുകൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു. എന്തിനാ വിശദീകരിച്ചത്? നമ്മളത് ചെയ്യാൻ കൂടിയാണ്. വലിയ ഭാരമുള്ള അല്ലെങ്കിൽ വലിയ പണം ചെലവുള്ള വലിയ മുതൽ മുടക്കുള്ള ഒരു അമലൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ ഏറെ അഅ്ലമായ ഏറെ മഹത്തായ ദിവസങ്ങൾ എന്ന് പറയുന്നത് വല അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഈ 10 ദിവസങ്ങളോളം ശ്രേഷ്ഠമായ ദിനങ്ങൾ വേറെയില്ല എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഫാതിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായി റബ്ബിനെ തസ്ബീഹ് ചെയ്യുക, തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറയുക, പ്രകീർത്തിക്കുക, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് പറയുക, വത്തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഈ ദിവസങ്ങളിൽ ദിക്റുകളുമായി റബ്ബിന്റെ ചിന്തകളുമായി നിങ്ങൾ പരമാവധി ചെയ്യുക, ഈ ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തു. ഇവിടെ തസ്ബീഹ് എന്നുള്ള വാക്യം വിശദീകരിക്കണമെങ്കിൽ ചില മുഹദ്ദിസുകൾ അതിനെ വിശദീകരിക്കുന്ന വിശദീകരണം കാണുമ്പോൾ വലിയ രസം തോന്നും, വലിയ അത്ഭുതം തോന്നും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മഹാസംഭവം ഉണ്ടെങ്കിൽ, ഒരു മഹാസംഭവത്തെ റബ്ബ് ഇങ്ങനെ പ്രതിപാദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അല്ലാഹ് തസ്ബീഹിനെ എടുത്തു പറയുന്നത് കാണാനാകും. അതെപ്പോഴാണ് പറഞ്ഞത്? ഇസ്ലാമിലേക്ക് കുറെ ആളുകൾ തടിച്ചുകൂടി വരുമ്പോൾ, ഇസ്ലാമിന്റെ വിജയങ്ങളെ വല്ലാതെ വലുതാകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സുകളിൽ ആനന്ദം നിറയുമ്പോൾ, ഈ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള പണിയായി അല്ലാഹു പരിചയപ്പെടുത്തി കൊടുത്ത ഒരു അമൽ അതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിൽ നിന്നുള്ള വിജയവും വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഈ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ആളിങ്ങനെ കടന്നു വരുമ്പോൾ, ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി കടന്നു വരുമ്പോൾ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, ഈ അനുഗ്രഹത്തിന് റബ്ബ് ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് റബ്ബിനെ നീ പ്രകീർത്തിക്കണമെന്നാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയണമെന്നാണ്. ഈ 10 ദിവസം അല്ലാഹു നൽകുന്ന വരദാനമാണ്, ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ്. അല്ലാഹുവിന് നന്ദി ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത നന്ദി. വലഖദ് ആതീനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്.
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുക, തസ്ബീഹ് ചെയ്യുക. എത്ര ഇടങ്ങളിൽ മാത്രമല്ല, നമുക്കറിയാം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയില്ലാതെ മകനില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് മറിയം ബീവിന്റെ അടുത്ത് ചെയ്യുന്നത്. ആ സീസണിലില്ലാത്ത നാട്ടിലില്ലാത്ത ഫലങ്ങൾ കണ്ടത്. അതേപോലെ മറിയം ബീവിനോട് ചോദിക്കുന്നു, അന്നമലക്കി ഹാദ, ഇത് എവിടുന്നാ മറിയമൻ, ഇത് എവിടുന്നാ മറിയമൻ? നേരെ ഓടിയുന്ന മറുപടി കേട്ടിയ പോലെ എന്താ ഫറജ അലൽ മിഹ്റാബ്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റബ്ബിലേക്ക് പ്രാർത്ഥന പ്രകീർത്തനങ്ങളുമായി ഇങ്ങനെ കഴിഞ്ഞു കൂടിയ സക്കരിയ നബിയെ പിന്നെ റബ്ബ് വിളിക്കുന്ന ചില വിളിയാളങ്ങളുണ്ട്, അല്ലാഹു വിളിക്കുന്ന ചില ഉണർത്തലുകളുണ്ട്. വാർദ്ധക്യത്തിന്റെ ബലഹീനതയിലും വന്ധ്യത ബാധിച്ച മടവാട്ടി തന്റെ പ്രിയതമയുണ്ടായിട്ടും അള്ളാഹുവിന്റെ ചില തീരുമാന പ്രകാരം റബ്ബ് യഹ്യ എന്ന മകന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. അല്ലെ, യഹ്യ എന്ന മകന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. എന്നിട്ട് റബ്ബ് കൽപ്പിച്ചൊരു കൽപ്പനയുണ്ട്. എന്താ പറഞ്ഞത്? രാവും പകലും സുബ്ഹാനല്ലാഹ് പറഞ്ഞ് ചൊല്ലിയിരുന്നു. രാവും പകലും തസ്ബീഹ് ചെയ്ത് ഇരുന്നോന്നാണ്. അഥവാ ജീവിതത്തിലെ മഹാസൗഭാഗ്യങ്ങളെ, ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ അല്ലാഹു നമുക്ക് സമ്മാനിക്കുമ്പോൾ റബ്ബിലേക്ക് കൂടുതൽ പ്രകീർത്തനങ്ങളുമായി കഴിയണമെന്ന് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിനരാത്രങ്ങളെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വമിനത് തസ്ബീഹ് വമിനത് തഹ്മീദ് വമിനത് തക്ബീർ. അല്ലാഹു ഇങ്ങനെ ആലോചിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയാൻ, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രകീർത്തനങ്ങളുമായി ദിക്റുകളുമായി ഈ ദിവസങ്ങളെ നല്ല നിലക്ക് നന്ദിയുള്ള ഒരു അടിമയായി ജീവിച്ചു തീർക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉപദേശിച്ചത്. ഇങ്ങനത്തെ നിർബന്ധ ബാധ്യതകൾ കൃത്യമായി ഈ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നമസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാതെ, മറ്റുള്ള നിർബന്ധ ബാധ്യതകളൊന്നും നഷ്ടപ്പെടാതെ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റങ്ങളായാലും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റങ്ങളായാലും അയൽവാസിയോട് നൽകേണ്ട ബാധ്യതകളായാലും തന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നൽകേണ്ട അവകാശങ്ങളുടെ കാര്യങ്ങളിലായാലും എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും കൂടുതൽ കൊണ്ടുവരേണ്ടതാണ് ഈ ദിവസങ്ങൾ എന്നർത്ഥം. ഇത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. കാരണം എന്താണെന്നറിയോ? ചില അമല് നമ്മൾ എത്ര ചെയ്താലും അല്ലാഹു നൽകുന്ന ചില വലിയ റബ്ബിന്റെ നിഅമത്താണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം നമുക്ക് മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങളോളം ആയുസ് കൊടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷം ജീവിച്ച ആളുകൾ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനോ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ആകെ മാബൈന 60 വ 70, റസൂൽ പറഞ്ഞു 60-70 ഇടയിലാണ് നമ്മുടെ ആയുസ്. അതും ചാടിക്കടക്കുന്നവർ വിരളമാണ്. അതിനു മുന്നേ പോകുന്നവർ ഉണ്ട് എന്നും അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു. ഈ സംഭവം പറഞ്ഞെന്തിനാ വെച്ചാൽ നമ്മൾ വളരെ ആയുസ് കുറവുള്ളെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് റബ്ബ് വല്ലാത്ത പ്രതിഫലം നൽകുന്നത്. ചില റബ്ബിന്റെ തീരുമാനമാണ്. ചില ദിവസങ്ങൾ റബ്ബ് ഇങ്ങനെ നിശ്ചയിച്ചു. ആ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു ധാരാളം പ്രതിഫലം കൊടുക്കും. ഏതുപോലെ? ലൈലത്തുൽ ഖദ്റിനെ പോലെ, റമദാനിലെ അമലുകളെ പോലെ, മസ്ജിദുൽ ഹറാമിലെ നമസ്കാരങ്ങളെ പോലെ, ബൈത്തുൽ മുഖദ്ദസിലെ നമസ്കാരങ്ങളെ പോലെ, മസ്ജിദുൻ നബവിയിലെ നമസ്കാരങ്ങളെ പോലെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നമസ്കാരങ്ങളെ പോലുള്ള പ്രവർത്തനങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാ. റബ്ബ് നൽകുന്ന ചില ബോണസ് പോയിന്റുകളാണ്. റബ്ബ് നൽകുന്ന ചില നമ്മളെ പരിഗണിക്കുന്ന റബ്ബിന്റെ ചില അനുഗ്രഹങ്ങളാണ്, റഹ്മത്താണ്. ആ റഹ്മത്തിന്റെ വലുപ്പം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ആ നിഅമത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് കൂടുതൽ നന്ദിയുള്ളവരാണ്. റബ്ബ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ വിശദീകരിക്കുന്ന ഹദീസാണ്, അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നഹ്നു അൽ ആഖിറൂന അസ്സാബിഖൂൻ. റസൂൽ പറഞ്ഞു നമ്മൾ അവസാനക്കാരാണ്, നമ്മൾ ആദ്യക്കാരാണ്. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, നഹ്നുൽ ആഖിറൂന അൽ അവ്വലൂന ഇലാ യൗമിൽ ഖിയാമ. നമ്മൾ അവസാനക്കാരാണ്, എന്നാൽ നമ്മൾ ആദ്യക്കാരാണ്. ദുനിയാവിൽ നമ്മൾ ലാസ്റ്റാണ്. ദുനിയാവിൽ നമ്മൾ അവസാനത്തെ വട്ടിയ ദുനിയാവ്. പക്ഷെ ആഖിറത്തിൽ അല്ലാഹു നമ്മൾ ആദ്യക്കാരാണ്. അല്ലാഹു നമ്മളെ ആദ്യക്കാരാണ്. അത് ആദ്യക്കാരാക്കുന്ന ആദ്യം സ്വർഗത്തിൽ കയറ്റുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയാണ്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, നമ്മൾ സ്വർഗ്ഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു,
ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്റെ ഉമ്മത്താണ്. നമുക്ക് ആയുസ് കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1000 കൊല്ലം അമല് ചെയ്തവരെക്കാളും 1000 കൊല്ലം അമല് സ്വാലിഹുകളുമായി ആയുഷിനെ മുഖരിതമാക്കിയവനെക്കാളും അതിന് ഏറ്റവും നല്ല നിലക്ക് നന്ദിയുള്ള ആയുഷാക്കി തീർത്തവനെക്കാളും കേവലം വിരലെണ്ണാവുന്ന വർഷം ദുനിയാവിൽ ജീവിച്ച നമുക്ക് റബ്ബ് നൽകുന്ന വലിയ പ്രതിഫലം, റബ്ബ് നൽകുന്ന വലിയ മഹത്വം, റബ്ബിന്റെ മഹാ ആദരവ് നിറഞ്ഞ കറാമത്തില് ഈ ഉമ്മത്തിന് അല്ലാഹു കൊടുത്ത കറാമത്താണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, ഞാൻ ഓതി വെച്ച ആദ്യത്തെ ആയത്ത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളാണോ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഭയപ്പെടണ്ട, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. ആ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന ആദരവാണ്. സ്വർഗ്ഗത്തിലേക്ക് ആദ്യം കയറാം. ആയുസ് കുറച്ചാൽ, ഈ ആയുസ് കുറച്ചായ ആയുസ് ഒരു ചെറിയ അമൽ ചെയ്താൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി നൽകുന്നല്ല. ചില അമലുകൾക്ക് 700 അല്ല, കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞു. ചില ദിവസങ്ങളിൽ അത് ചെയ്യണമെങ്കിൽ അല്ലാഹു വിശാലമായി അതിനെ സ്വീകരിക്കുമെന്നാണ്, അല്ലാഹു ഏറെ പ്രിയപ്പെടുമെന്നാണ്. ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അതിനെങ്ങനെ വിശദീകരിക്കുമെന്ന് മനസ്സിലായി. അത് അല്ലാഹു തന്ന അവസരങ്ങളാണ്, അല്ലാഹു തന്ന ചില ചാൻസുകളാണ്. ജീവിതത്തിൽ പല കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കുറെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇനി വരുന്ന ആദ്യത്തെ 10 അല്ലാഹു ആയുസ് തരികയാണെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളെ പോലെ തന്നെ ആക്കരുത്. കൂടുതൽ ശക്തമായി ഏറ്റവും നല്ല നിലക്ക് അതിനെ ജീവിച്ചു തീർക്കുന്ന ആളുകളുണ്ട്, നല്ല നിലക്ക് അതിനെ ഉപയോഗിക്കുന്നവരുണ്ട്, അതിന് നല്ല നിലക്ക് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ആ ദിവസങ്ങളെ നോക്കിക്കാണുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഇനിയും കൂടുതൽ ശ്രദ്ധയും കൂടുതൽ ആലോചനകളും കൂടുതൽ സൂക്ഷ്മതയും കൊണ്ടുവരാൻ അല്ലാഹു നൽകുന്ന ഈ ഒരു ഫുർസയെ, ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളമായി പറയുന്നില്ല, ഈ 10 ദിവസങ്ങളിൽ ഇതിന് എത്ര ശ്രേഷ്ഠത വരാൻ ഒരുപാട് കാരണങ്ങൾ മുഫസ്സിറുകളും മുഹദ്ദിസുകളും വിശദീകരിക്കുന്നത് കാണാം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസമെന്നാണ്. ഷഹാദത്തും സലാത്തും സകാത്തും സിയാമും ഹജ്ജും നിർവഹിക്കപ്പെടുന്നത് ദുനിയാവിലെ ദിവസങ്ങളിൽ, ഈ 10 ദിനങ്ങളിലെ ദിവസങ്ങളിലാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്ര ശ്രേഷ്ഠത എന്ന് ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. ഏതിരുന്നാലും അള്ളാഹു കണക്കാക്കിയതാണ്, അവന്റെ അടിയാറിൽ റബ്ബ് നിശ്ചയിച്ചു വെച്ച ദിവസങ്ങളാണ്. അള്ളാഹു ഏറ്റവും നല്ല നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച ആയത്തിനെ കൂടി മനസ്സിൽ കോരിയിടുക. അപ്പോൾ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വൽതൻദുർ നഫ്സു മാ ഖദ്ദമത്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുക, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചുവെന്ന് ഓരോ മനുഷ്യ ആത്മാവും പരിശോധിച്ചു കൊള്ളട്ടെ, ആലോചിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. നാളേക്ക് വേണ്ടി ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ചോദ്യത്തിൽ വളരെ രസകരമായ കുറിപ്പ് എഴുതി വരും. നാളേക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിതത്തിലെ ലാസ്റ്റ് ഡേ ആണെന്ന് ആലോചിക്കാനും കൂടെ, ഇന്ന് ജീവിതത്തിലെ അവസാനത്തെ ഡേ ആണെന്ന് ആലോചിക്കുക. നാളേക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നാളെ പരലോക ജീവിതത്തിന് വേണ്ടി ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിനാലോചിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ വാക്കുകളെ കൃത്യമായി മനസ്സിലാക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന മുവഹ്ഹിദീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ദിവസങ്ങൾ ഏറെ വിശിഷ്ടമാണ്, ഏറെ ശ്രേഷ്ഠമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഹാജിക്ക് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്തവന് ചെയ്യാൻ പറ്റുന്ന ഈ 10 ദിവസങ്ങളിൽ ഒരു കർമ്മേ ഉള്ളൂ, അതാണ് ബലികർമ്മം എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. അല്ലേ, ബലികർമ്മം ഹാജ് ചെയ്യും, ഹജ്ജിന് പോകാത്തവരും എന്ത് ചെയ്യാം, ഈ യൗമുൻ നഹർ നിർവഹിക്കാമെന്നാണ്. അതുപോലെ തന്നെ ഹാജിക്ക് കിട്ടാത്ത ഒരു അമലാണ്, അറഫയിൽ തടിച്ചുകൂടിയ ഹാജിമാർക്ക് നോമ്പില്ല, പക്ഷേ ആ അറഫയിൽ എത്താത്ത വിശ്വാസികൾക്ക് അന്നത്തെ ദിവസം എന്ത് ചെയ്യാം, നോമ്പും നോൽക്കാമെന്നാണ്. അല്ലാഹുവിന്റെ റസൂല് ഈ 10 ദിവസങ്ങളിലെ അമലുകളെ പരിചയപ്പെടുത്തിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അറഫ ദിവസത്തെ നോമ്പ് കടന്നു വരുന്ന ഒരു വർഷത്തിന്റെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തിന്റെയും തിന്മകൾ പൊറുക്കപ്പെടാൻ നിമിത്തമാണ് അറഫ ദിവസത്തെ ഒരു നോമ്പ് എന്ന് പറഞ്ഞു. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ഏതൊഴികെ വൻ പാപങ്ങൾ ഒഴികെ. വൻപാപം പൊറുക്കപ്പെടില്ല. അത് നിർബന്ധ നമസ്കാരാണെങ്കിലും നമുക്കറിയാം, നിർബന്ധ നമസ്കാരാണെങ്കിലും പാപങ്ങൾ പൊറുക്കപ്പെടും. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ 5 നേരം പുഴയിൽ കുളിച്ച് ശുദ്ധീകരിച്ചു വരുന്നവരെ പോലെയാണ് 5 നേരത്തെ നമസ്കാരം.
5 നേരത്തെ എല്ലാ തിന്മകളും എന്തെയും പൊറുക്കപ്പെടും. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ മുകഫിറാത്തുൻ ബൈനഹുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ മുകഫിറാത്തുൻ ബൈനഹുന്ന, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ മുകഫിറാത്തുൻ ബൈനഹുന്ന, തിന്മകൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി വിശദീകരിച്ചു, ഇദാ ഇജ്തനബതൽ കബായിർ, നീ വൻപാപങ്ങൾ അകറ്റി നിർത്തിയാൽ വൻപാപങ്ങൾ എന്ത് ചെയ്യൂല, പൊറുക്കപ്പെടും. വൻപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും തൗബ ചെയ്ത് കൂടുതൽ ഖേദിച്ച് മടങ്ങുകയും ചെയ്യണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിൽ കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ അത് നാളെ പരലോകത്ത് ഏറ്റവും വലിയ സുരക്ഷിതത്വമായി നമുക്കത് അനുഭവപ്പെടട്ടെ. നമ്മുടെ ഏറ്റവും വലിയ സഹായകരമായ പുണ്യപ്രവർത്തനങ്ങളായി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ നല്ല നിലക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും നല്ല ശ്രദ്ധാലുക്കളിൽ, വിശ്വാസികളിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ അമലുകളെ റബ്ബേ നീ സ്വീകരിക്കണേ. കഴിഞ്ഞു പോയ ഒരുപാട് നല്ല ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്തു വച്ച പ്രവർത്തനങ്ങളെ റബ്ബേ നീ സ്വീകരിക്കണേ. നല്ല പ്രതിഫലം റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ. അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകളെ റബ്ബേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.